മന്ത്രിസഭാ തീരുമാനങ്ങൾ സുപ്രധാന തീരുമാനങ്ങളാണ്. വിശേഷിച്ച് കർഷക ആത്മഹത്യ എന്ന പ്രവണത രൂപപ്പെട്ടു വരുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ മൊറട്ടോറിയത്തിന്റെ കാലപരിധി വർദ്ധിപ്പിച്ചതടക്കമുള്ള തീരുമാനങ്ങൾ വന്നിട്ടുള്ളത്. ഞങ്ങളുടെ പ്രതിനിധി കിരൺ ബാബു വിവരങ്ങളുമായി ചേരുന്നു. കിരൺ, മുഖ്യമന്ത്രിയുടെ ഈ തീരുമാനങ്ങളെ, മന്ത്രിസഭാ തീരുമാനങ്ങളെ, വളരെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എന്തൊക്കെയാണ്? ഞങ്ങളുടെ പ്രതിനിധി കിരണിലേക്കാണ് പോകുന്നത്. മന്ത്രിസഭാ യോഗ തീരുമാനങ്ങളാണ് മുഖ്യമന്ത്രി അല്പം മുമ്പ് വിശദീകരിച്ചത്. കർഷക ആത്മഹത്യകളുടെ പശ്ചാത്തലത്തിലുള്ള ആശ്വാസ നടപടികളാണ് സർക്കാർ സ്വീകരിച്ചത്. അതിൻ്റെ വിശദാംശങ്ങളിലേക്കാണ് പോകുന്നത്. മൊറട്ടോറിയത്തിൻ്റെ കർഷക വായ്പകളുടെ മൊറട്ടോറിയത്തിൻ്റെ കാലപരിധി വർദ്ധിപ്പിച്ചു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം. അങ്ങനെ നിരവധിയായ തീരുമാനങ്ങൾ ആണ് സ്വീകരിച്ചിട്ടുള്ളത്. കർഷക ആത്മഹത്യയാണ് മന്ത്രിസഭാ യോഗത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പരിഗണനാ വിഷയമായി മാറിയത്. അത്തരം നിർദ്ദേശങ്ങൾ ബാങ്കുകൾക്ക് നൽകുന്നതിനുള്ള തീരുമാനവും ഇന്ന് വന്നിരിക്കുകയാണ്. അത് സംബന്ധിച്ച കാർഷിക കടത്തിൻ്റെ മൊറട്ടോറിയം ഡിസംബർ 31 വരെ ദീർഘിപ്പിച്ചു എന്നതാണ്. അതുപോലെ തന്നെ പ്രകൃതിക്ഷോഭ നഷ്ടപരിഹാരം 85 കോടി ഉടൻ അനുവദിക്കും. കിരൺ ബാബു ചേരുന്നു. കിരൺ, മുഖ്യമന്ത്രി വിശദീകരിച്ച മന്ത്രിസഭാ തീരുമാനങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ടവ? ശരത്, ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടത് കർഷകരുടെ കാർഷിക വായ്പയ്ക്ക് മാത്രമല്ല കാർഷികേതര വായ്പകളും മൊറട്ടോറിയത്തിൻ്റെ പരിധിയിലേക്ക് ഉൾപ്പെടുത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. പല കർഷകരുടെയും വായ്പകൾ ആത്മഹത്യയിലേക്ക് നയിച്ച കർഷകരുടെ വായ്പകളടക്കം കാർഷിക വായ്പയായിരുന്നില്ല, മറ്റ് വായ്പകളായിരുന്നു. കർഷകരുടെ എല്ലാത്തരം വായ്പകൾക്കും ഈ മൊറട്ടോറിയം ബാധകമാണ്. ഈ മൊറട്ടോറിയം ഈ വർഷം ഡിസംബർ 31 വരെ ദീർഘിപ്പിച്ചു എന്നാണ് അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ഇത് ഒരുപാട് കർഷകർക്ക് ആശ്വാസം ലഭിക്കുന്നതാണ്. കേരളത്തിലാകെയുള്ള കർഷകർ 2014 മാർച്ച് 31 വരെയുള്ള എല്ലാ കാർഷിക വായ്പകൾക്കും ഈ ആനുകൂല്യം ലഭ്യമാണ്. എന്നാൽ ഇടുക്കി, വയനാട് ജില്ലകളിൽ 2018 ഓഗസ്റ്റ് 31 വരെയുള്ള വായ്പകൾക്ക് ഈ രണ്ട് ജില്ലകളുടെ പ്രത്യേകത പരിഗണിച്ച് 2018 ഓഗസ്റ്റ് 31 വായ്പകൾക്കും ഈ ഇതിൻ്റെ പരിധിയിൽ ആനുകൂല്യം ലഭ്യമാണ്. ഇതോടൊപ്പം തന്നെ ദീർഘകാല വായ്പയുടെ കർഷകരുടെ ദീർഘകാല വായ്പയുടെ 1 വർഷത്തെ പലിശ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് നൽകാനുള്ള തീരുമാനമുണ്ട്. 1 വർഷം പൂർണ്ണമായും കർഷകർക്ക് പലിശരഹിത വായ്പ ലഭിക്കുന്നു എന്നൊരു ആനുകൂല്യം കൂടി ഇതിൽ നിന്ന് ലഭിക്കും. അതോടൊപ്പം തന്നെ പ്രകൃതിക്ഷോഭ നഷ്ടപരിഹാരത്തിനായി 85 കോടി രൂപയാണ് അടിയന്തരമായി അനുവദിക്കുന്നത്. പ്രകൃതിക്ഷോഭത്തിൽ നഷ്ടപരിഹാരമുണ്ടായ കാർഷിക വിളകൾക്ക് ഉണ്ടായ നഷ്ടപരിഹാര തുകയിൽ ഇരട്ടിയാക്കി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഏലം, കുരുമുളക്, അതുപോലെ നെല്ല്, എല്ലാ കാർഷിക വിളകളുടെയും നഷ്ടപരിഹാര തുകയിൽ, കവുങ്ങ് അടക്കമുള്ള നഷ്ടപരിഹാര തുകയിലെല്ലാം നേരത്തെ നിശ്ചയിച്ചിരുന്ന തുകയിൽ നിന്ന് 2015 നിശ്ചയിച്ച തുകയിൽ നിന്ന് നേരെ ഇരട്ടിയാക്കിയാണ് വർദ്ധിപ്പിച്ചത്. അതോടൊപ്പം തന്നെ മറ്റു പ്രധാനപ്പെട്ട തീരുമാനം KASന്റെ 3 സ്ട്രീമുകളിലും സംവരണം ഏർപ്പെടുത്തിക്കൊണ്ടുള്ള തീരുമാനം നടത്തി ചട്ടം ഭേദഗതി ചെയ്യാൻ മന്ത്രിസഭാ യോഗം അനുമതി നൽകി. ഒപ്പം മുന്നോക്ക സമുദായങ്ങൾ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് സംവരണം നടപ്പാക്കുന്നത് സംബന്ധിച്ച് സാമ്പത്തിക പരിധി അടക്കം നിശ്ചയിക്കാനുള്ള സംവരണം കൃത്യമായി സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് തന്നെ ലഭ്യമാക്കാനുള്ള പരിധി അടക്കം നിശ്ചയിക്കുന്നതിനുള്ള ഒരു കമ്മീഷനെയും സർക്കാർ നിയമിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ലോക ബാങ്ക് വായ്പ അനുമതി പോലെയുള്ള കാര്യങ്ങൾ, അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിലെ സംവരണ പ്രശ്നത്തിലുള്ള തീരുമാനം എന്നിവയൊക്കെ ലോകബാങ്കിൽ നിന്ന് വായ്പ 3500 കോടി രൂപയുടെ വായ്പ എടുക്കാനുള്ള അനുമതിയാണ് ഇപ്പോൾ മന്ത്രിസഭാ യോഗം നൽകിയിരിക്കുന്നത്. 70% വായ്പ തുകയും ബാക്കി 1500 കോടി 5000 കോടി രൂപയുടെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഇതുമൂലം നടക്കുന്നത്. 3500 കോടി രൂപ ലോകബാങ്കിൽ നിന്നും ബാക്കി 1500 കോടി സംസ്ഥാന സർക്കാരിൻ്റെതായി 5000 കോടി രൂപയുടെ പുനർനിർമ്മാണ പ്രവർത്തനത്തിന് അംഗീകാരം നൽകിയിരിക്കുന്നത്. ഈ 3500 കോടി രൂപ ലോകബാങ്കിൽ നിന്ന് വായ്പ എടുക്കാനാണ് ഇപ്പോൾ അനുമതി നൽകിയിരിക്കുന്നത്. നേരത്തെ KASുമായി ബന്ധപ്പെട്ട് KASന്റെ 3 സ്ട്രീമുകളിലും സംവരണം വേണം എന്നുള്ള ആവശ്യം, അല്ലെങ്കിൽ സംവരണം നിഷേധിക്കപ്പെടുന്നുവെന്ന് ചില സംഘടനകൾ ചൂണ്ടിക്കാട്ടിയിരുന്നു. അതുമായി ബന്ധപ്പെട്ട് സമരങ്ങൾ ഉയർന്നിരുന്നു. ഇതേ തുടർന്ന് നടന്ന ചർച്ചയിൽ തന്നെ സർക്കാർ തീരുമാനമെടുത്തിരുന്നു എല്ലാ സ്ട്രീമുകളിലും സംവരണം നടപ്പാക്കാൻ വേണ്ടി. ആ തീരുമാനം നടപ്പാക്കാൻ ഏത് തരത്തിലാണ് ചട്ടങ്ങൾ ഭേദഗതി ചെയ്യേണ്ടത്, ആ ചട്ട ഭേദഗതിക്കാണ് ഇപ്പോൾ അംഗീകാരം നൽകിയിരിക്കുന്നത്. അതോടുകൂടി KASന് മുന്നിലുണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട തടസ്സമാണ് ഇപ്പോൾ നീങ്ങുന്നത്. ഞാൻ കിരൺ ബാബുവിലേക്ക് മടങ്ങി വരാം. ഇപ്പോൾ ഫാദർ സെബാസ്റ്റ്യൻ കൊച്ചുപുരയ്ക്കൽ ഹൈറേഞ്ച് സംരക്ഷണ സമിതി ചേരുകയാണ്. ഫാദർ സെബാസ്റ്റ്യൻ കൊച്ചുപുരയ്ക്കൽ, ഇപ്പോൾ കർഷക ആത്മഹത്യ ഇടുക്കിയിലും വയനാട്ടിലുമൊക്കെ വന്ന സാഹചര്യത്തിലാണ് ഇന്ന് മന്ത്രിസഭാ യോഗം ഈ തീരുമാനങ്ങൾ എടുത്തിട്ടുള്ളത്. പ്രധാനപ്പെട്ട തീരുമാനങ്ങളിൽ ഒന്ന് വന്നത് ഈ മൊറട്ടോറിയം ഡിസംബർ 31 വരെ ദീർഘിപ്പിച്ചു. അതുപോലെ തന്നെ ദീർഘകാല വായ്പകളുടെ 1 വർഷത്തെ പലിശ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് നൽകും. ഈ 2014 മാർച്ച് 31 വരെ ഉള്ള വായ്പകൾക്കാണ് ഈ ആനുകൂല്യം. പക്ഷേ ഇടുക്കിക്കും വയനാടിനും 2018 ഓഗസ്റ്റ് 31 വരെ ഉള്ള വായ്പകൾക്കും അത് ബാധകമാകും. ഇടുക്കിക്കും വയനാടിനും ആ പ്രത്യേക പരിഗണനയുമുണ്ട്. ആ വിധം ഈ ബാങ്കുകളുടെ ജപ്തി നടപടികളെ നേരിടാൻ സർക്കാരിൻ്റെ ഇടപെടൽ ആശ്വാസമാണോ?
തീർച്ചയായിട്ടും ഗവൺമെന്റ് ഇപ്പൊ പ്രഖ്യാപിച്ച കാര്യങ്ങൾ കേട്ടിടത്തോളം സ്വാഗതാർഹമാണ്. ഈ മുഴുവൻ വിശദാംശങ്ങൾ കേട്ടില്ല, അതുകൊണ്ട് എല്ലാത്തിനെ കുറിച്ചൊരു അഭിപ്രായം പറയാൻ കഴിയുന്നില്ല. കാരണം ഞാൻ പ്രാഥമികമായിട്ട് ഇപ്പൊ ഈ മൊറട്ടോറിയത്തിന്റെ കാലാവധി നീട്ടിയത് വളരെ നല്ലതാണ്. അതിനേക്കാൾ ഗൗരവങ്ങൾ ആവശ്യപ്പെട്ടിരുന്ന കാര്യം ഈ പലിശ ഒരു വർഷത്തേക്ക് ഇളവ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അത് മുഖ്യമന്ത്രി ദുരിതാശ്വാസം ചെയ്ത് കൊടുക്കും എന്ന് പറഞ്ഞത് അങ്ങേയറ്റം സ്വാഗതാർഹമായ കാര്യമാണ്. അപ്പൊ ഒരു ആശ്വാസം കർഷകർക്ക് കിട്ടും. മൊറട്ടോറിയം കൊണ്ട് മാത്രം കാര്യമില്ല. പൈസ തിരിച്ചടയ്ക്കുമ്പോൾ ഈ പലിശയോടുകൂടി തിരിച്ചടയ്ക്കേണ്ട സാഹചര്യം അത് ഒഴിവാക്കിയിട്ടത് വളരെ വലിയൊരു കാര്യമാണ്. ഇടുക്കിക്ക് പ്രത്യേകമായ പരിഗണന കിട്ടിയതും അങ്ങേയറ്റം സ്വാഗതാർഹമാണ്. അതോടൊപ്പം തന്നെ ഇടുക്കിക്ക് പ്രഖ്യാപിച്ച പാക്കേജിന്റെ കാര്യത്തിൽ കൂടി ഒരു തീരുമാനം ഉണ്ടാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതിന്റെ ഇംപ്ലിമെന്റേഷനുമായി ബന്ധപ്പെട്ട കുറച്ച് നടപടികൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ആ കാര്യങ്ങൾ നമ്മൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. ഏതായാലും കർഷകർക്ക് ഒരു ആത്മവിശ്വാസം പകരാൻ ഇടവരുത്തുമോ ഇടപെടലുകൾ? തീർച്ചയായിട്ടും ഗവൺമെന്റ് ഈ ഒരു പ്രത്യേക സാഹചര്യം കണക്കിലെടുത്തുകൊണ്ടായിരിക്കണം പ്രത്യേക മന്ത്രിസഭാ യോഗം വിളിച്ചതും ഇക്കാര്യങ്ങൾ തീരുമാനിച്ചതും. അത് ആശ്വാസകരമാണ്. അത് നടപടിക്രമത്തിലേക്ക് എത്തണം, അതിനുള്ള ജാഗ്രത കൂടി കാണിക്കണം. ഗവൺമെന്റ് തീരുമാനം എടുക്കുമ്പോൾ സർക്കാർ തലത്തിലുള്ള സംവിധാനങ്ങളെല്ലാം ഏകോപിപ്പിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ ഇത് ജനങ്ങളിലേക്ക് എത്തുകയുള്ളൂ. പ്രത്യേകിച്ച് ബാങ്കുകൾ ഗൗരവമായി ഇത് ഏറ്റെടുക്കണം. ബാങ്കുകളുടെ ഭാഗത്തു നിന്ന് കർശനമായ ഈ മൊറട്ടോറിയം പ്രഖ്യാപിച്ച സാഹചര്യം ബന്ധപ്പെട്ട് സഹകരിച്ച് പ്രവർത്തിക്കാൻ ഇടയാകണം. അതോടൊപ്പം തന്നെ ഈ പറയുന്ന പലിശ നിരക്ക് ഗവൺമെന്റിന്റെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ബാങ്കുകൾ കൊടുക്കുമ്പോൾ അവരുടെ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടും. ഒരു സാമ്പത്തിക സ്ഥാപനം എന്ന നിലയിൽ അവർക്കും പ്രതിസന്ധി ഉണ്ടാകാതെ പോകാൻ പറ്റും. നന്ദി ഫാദർ. അതുപോലെ ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ സിത്താര ജയനുണ്ട്, കീരിത്തോട് പഞ്ചായത്ത് അംഗം. സിത്താര, ഈ ഇടപെടലുകൾ ഇപ്പോൾ കർഷക ആത്മഹത്യ തടയുന്നതിനുള്ള നടപടികൾ പ്രഖ്യാപിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി സംസാരിച്ചത്. മൊറട്ടോറിയത്തിന്റെ കാലപരിധി വർദ്ധിപ്പിക്കുന്നു, അതുപോലെ തന്നെ ദീർഘകാല വായ്പയുടെ 1 വർഷത്തെ പലിശ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് കൊടുക്കും. ഈ മൊറട്ടോറിയം ഡിസംബർ 31 വരെ ദീർഘിപ്പിക്കുമ്പോൾ അത് പൊതുവിൽ 2014 മാർച്ച് 31 വരെയുള്ള വായ്പകളാണ്. പക്ഷേ ഇടുക്കിക്കും വയനാടിനും ഈ 2014 പകരം 2018 ഓഗസ്റ്റ് 31 വരെ എടുത്ത വായ്പകൾക്ക് വരെ ഈ ഡിസംബർ 31 വരെ മൊറട്ടോറിയം ദീർഘിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ ദീർഘകാല വായ്പകൾക്കുള്ള പലിശ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ഒരു വർഷത്തേത് നൽകുന്ന സാഹചര്യം അനുവദിച്ചിട്ടുണ്ട്. മറ്റൊരു ശ്രദ്ധേയമായ കാര്യം, ഈ പ്രകൃതിക്ഷോഭ നഷ്ടപരിഹാരം 85 കോടി ഉടൻ അനുവദിക്കുമെന്നും മുഖ്യമന്ത്രി പറയുകയുണ്ടായി. ആശ്വാസകരമാണോ? വളരെ ആശ്വാസകരമാണ്. ഞങ്ങളെ സംബന്ധിച്ചോളം ഇടുക്കി കഞ്ഞിക്കുഴി പഞ്ചായത്തിൽ ധാരാളം കർഷകർക്ക് കർഷകാത്മഹത്യ നടക്കുന്ന ഒരു സ്ഥലമാണ്. ഒരുപാട് നമുക്കിപ്പോൾ പ്രളയം വന്നതോടുകൂടി ഒരുപാട് നാശനഷ്ടങ്ങൾ വന്നു. കൃഷി നഷ്ടം, വീട് നഷ്ടം എല്ലാം തന്നെ വളരെ ബുദ്ധിമുട്ടിലാണ്. ഇപ്പോ ബാങ്കില് പലിശ കൊടുക്കുന്നതിനെ കുറിച്ച് സംസാരിച്ചത് വളരെ ആശ്വാസകരമായിരിക്കും കർഷകർക്ക്. എല്ലാ വായ്പകൾക്കും ഈ മൊറട്ടോറിയം വരുന്നത് ബാങ്കുകളുടെ സമീപനത്തിന്, ഈ ജപ്തി നടപടികളിൽ നിന്ന് ബാങ്കുകൾക്ക് പിന്നോട്ട് പോകുന്നതിന് പ്രേരിപ്പിക്കും. അതൊരു വലിയ ആശ്വാസമാകുമെന്നാണോ? വളരെ ആശ്വാസകരമായിരിക്കും. അതുപോലെ ഈ വിളനാശത്തിന് സഹായം ഇരട്ടിയാക്കിയിട്ടുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഇടുക്കിയിലെ ഈ കഞ്ഞിക്കുഴി പഞ്ചായത്തിനെ സംബന്ധിച്ചോളം എല്ലാവിധ കൃഷികളും നഷ്ടപ്പെട്ടിരിക്കുകയാണ്. നമുക്കിപ്പോ ജീവിക്കാൻ, ഇവിടെയുള്ള കർഷകർക്ക് ജീവിക്കാൻ തന്നെ വളരെ ബുദ്ധിമുട്ടിയാണ് ജീവിക്കുന്നത്. അപ്പൊ അങ്ങനെ നമുക്കൊരു ഉപകാരങ്ങളെല്ലാം ചെയ്തു തന്നാൽ നന്നായിരിക്കും. ഈ നേരത്തെ മുഖ്യമന്ത്രി പറഞ്ഞത് ഈ ജപ്തി നോട്ടീസ് വരുന്നത് ആ ഭാഗത്തൊക്കെ കർഷക ആത്മഹത്യ കാര്യമായി സംഭവിച്ച അത്തരമൊരു ഭീഷണിയുള്ള പ്രദേശമാണല്ലോ. കർഷകരുടെ ആത്മഹത്യ, ജപ്തി നോട്ടീസുകൾ, അത് പൊതുമേഖലാ ബാങ്കുകളുണ്ട്, വാണിജ്യ ബാങ്കുകളുണ്ട്, സർവീസ് സഹകരണ ബാങ്കുകളുണ്ട്. അപ്പോൾ ഈ സർക്കാർ ഇടപെടൽ വരുന്നതോടുകൂടി ഈ ജപ്തി നോട്ടീസുകൾക്കൊരു നിർത്തുണ്ടാകും എന്ന് പൊതുവെ വിശ്വസിക്കുന്നുണ്ടോ? ജപ്തി നോട്ടീസുകൾ ബാങ്കുകൾ ഇനി ഉടൻ കർഷകർക്ക് അയക്കാതെ നൽകാതെ ഒരു പിന്മാറ്റം ബാങ്കുകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്ന് വിചാരിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും നമ്മുടെ സർക്കാർ അങ്ങനെ ഇടപെട്ട് ഉണ്ടാകുമെന്നാണ് എന്റെ വിശ്വാസം. ശരി, നന്ദി. സിത്താര ജയൻ കീരിത്തോട് പഞ്ചായത്ത് അംഗമാണ്. കർഷക ആത്മഹത്യകൾക്ക് നടുവിൽ നിന്നുകൊണ്ടാണ് ഇപ്പോൾ ഒരുപാട് കർഷകരുടെ ആത്മഹത്യയൊക്കെ നടന്ന ഇടുക്കിയുടെ ആ ഭാഗത്തു നിന്നുള്ള അവരുടെ ഒരു ആശ്വാസമാണ് ഈ ഇടപെടലിനെ കുറിച്ച് ഇപ്പോൾ സിത്താര പങ്കുവച്ചത്. അതുപോലെ തന്നെ ഇടുക്കി DCC പ്രസിഡന്റ് ഇബ്രാഹിം കുട്ടി കല്ലാർ ചേരുന്നു. ഇബ്രാഹിം കുട്ടി കല്ലാർ, ഇപ്പോൾ സർക്കാർ എടുത്ത നടപടികൾ ഇപ്പോൾ കർഷകാത്മഹത്യയൊക്കെ പെരുകുന്നൊരു സമയത്ത്, അല്ലെങ്കിൽ പല തരത്തിൽ ഇടുക്കിയിലൊക്കെ കർഷകാത്മഹത്യകൾ കണ്ടാണല്ലോ, ആശ്വാസമായി മാറുമോ? കർഷകർക്ക് ആത്മവിശ്വാസം പകരുമോ?
ഒരിക്കലും ഈ നടപടി കൊണ്ട് കർഷകരുടെ ഈ ദുരിതക്കയത്തിൽ നിന്നും കരകയറാൻ കഴിയില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം. കാരണം കടങ്ങൾക്ക് മൊറട്ടോറിയം പ്രഖ്യാപിച്ചാൽ അതിന് വരുന്ന അധിക പലിശ കൂടി കൃഷിക്കാരൻ വഹിക്കേണ്ട സാഹചര്യത്തിലേക്കാണ് വരുന്നത്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അടിയന്തിരമായി ഗവൺമെന്റ് 5000 കോടി രൂപയുടെ പാക്കേജ് പ്രഖ്യാപിച്ചു എന്ന് പറയുകയുണ്ടായി. അത് ആത്മാർത്ഥതയുള്ളതാണെങ്കിൽ ഒരു നിശ്ചിത തുക കർഷകരുടെ കടങ്ങൾ എന്ന് നിർവചനം കൊടുത്തുകൊണ്ട് അത് എഴുതിത്തള്ളുന്ന നടപടി സ്വീകരിച്ചാൽ മാത്രമേ ശാശ്വതമായിട്ടുള്ള പരിഹാരം ഉണ്ടാകുകയുള്ളൂ. ഞങ്ങൾ ഇതിന്റെ സമരങ്ങളുമായി തന്നെ മുമ്പോട്ട് പോകും. നാളെ പ്രതിപക്ഷ നേതാവ് സി രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിലുള്ള ഉപവാസ സമരം ആയിരക്കണക്കിന് കർഷകരെ സംഘടിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ കട്ടപ്പനയിൽ സംഘടിപ്പിച്ചിരിക്കുകയാണ്. ഗവൺമെന്റ് ഇത്തരത്തിലുള്ള ഒരു പുറം വേലകൾ കൊണ്ടോ അല്ലെങ്കിൽ ഇത്തരത്തിൽ ഒരു ഭംഗി വാക്കുകൾ കൊണ്ടോ ഒന്നും തീരുന്ന പ്രശ്നങ്ങളല്ല ഇടുക്കി ജില്ലയുടേത്. ഇടുക്കി ജില്ലയിലെ വിഷയങ്ങൾ പരിഹരിക്കാൻ യുദ്ധകാലാടിസ്ഥാനത്തിലുള്ള വളരെ ഏറ്റവും നല്ല റീസണബിൾ ആയിട്ടുള്ള തീരുമാനമാണ് ഗവൺമെന്റ് ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ടത് എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. അതുകൊണ്ട് ജപ്തി നടപടികൾ പൂർണ്ണമായിട്ടും നിർത്തിവെക്കാൻ വേണ്ടിയുള്ള ഷെഡ്യൂൾഡ് ബാങ്കുകളും അതേപോലെ തന്നെ സഹകരണ ബാങ്കുകളും ഉൾപ്പെടെയുള്ള തീരുമാനം ഉത്തരവായി ഗവൺമെന്റ് ഇറക്കണം. ഇപ്പോൾ തന്നെ നമുക്കറിയാം 25,000-ഓളം കർഷകർക്ക് ഇതിനകം തന്നെ ജപ്തി നോട്ടീസുകൾ ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഗവൺമെന്റ് സ്റ്റേറ്റ് ലെവൽ ബാങ്കേഴ്സ് സമിതിയുടെ യോഗം ചേർന്നതിന് ശേഷവും ഇത്തരത്തിൽ ജപ്തി നോട്ടീസുകൾ അയക്കാനുള്ള സാഹചര്യമുണ്ടായി. അപ്പൊ അതിനിടയിൽ ഇത്തരത്തിൽ ഒരു മൊറട്ടോറിയത്തിന്റെ കാലാവധി കൂട്ടി ആ അധിക പലിശ കൂടി കൃഷിക്കാരന്റെ തലയിൽ വരുന്നു എന്നുള്ള സാഹചര്യം അല്ലാതെ ഇതുകൊണ്ട് ഒരു ഗുണവും ഉണ്ടാവില്ല എന്നുള്ള കാഴ്ച. അല്ല ഇബ്രാഹിം കുട്ടി കല്ലാർ, അതിനോടൊപ്പം ഒരു തീരുമാനം കൂടി വന്നിട്ടുണ്ട്. 1 വർഷത്തെ ദീർഘകാല വായ്പകളുടെ 1 വർഷത്തെ പലിശ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ബാങ്കുകളിലേക്ക് പോകും, കർഷകൻ അടയ്ക്കേണ്ടി വരില്ല. അല്ല, അതൊക്കെ വളരെ ചെറിയ തൊലിപ്പുറത്തെ ചികിത്സ മാത്രമാണ്. അതിനകത്ത് ഇത്തരത്തിലുള്ള ചെറിയ നടപടികൾ കൊണ്ട് പോകുന്നതല്ല. കാരണം പ്രളയ ദുരന്തത്തെ തുറന്നും കാർഷിക വില തകർച്ചയെ തുറന്നും കർഷകൻ നട്ടം തിരിഞ്ഞു നിൽക്കുകയാണ്. വളരെ വ്യത്യസ്തമായ ഒരു സാഹചര്യമാണ്. 59 പേരാണ് പ്രളയ ദുരന്തത്തിൽ ഇടുക്കി ജില്ലയിൽ മരണപ്പെട്ടത്. ഹെക്ടർ കണക്കിന് ഭൂമിയാണ് ഉരുളുപൊട്ടലിലും അതേപോലെ തന്നെ. ഇപ്പോ ഇബ്രാഹിം കുട്ടി കല്ലാർ, ഈ വിളനാശത്തിന് സഹായം ഇരട്ടിയാക്കിയാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അതുപോലെ തന്നെ മൊറട്ടോറിയം ദീർഘിപ്പിച്ചു. 1 വർഷത്തെ പലിശ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് നൽകും എന്ന ആശ്വാസം പറഞ്ഞു. ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ വന്നപ്പോൾ ഹൈറേഞ്ച് സംരക്ഷണ സമിതിയുടെ ഫാദർ സെബാസ്റ്റ്യൻ കളപ്പുരയ്ക്കലും അല്ലെങ്കിൽ സിത്താര ജയൻ കീരിത്തോട് പഞ്ചായത്ത് അംഗമൊക്കെ പറഞ്ഞത് ഇത് തന്നെ കർഷകരെ സംബന്ധിച്ചൊരു വലിയ ആശ്വാസവും ഇടപെടലുമാണെന്നാണ്. ഒരിക്കലുമല്ല. ഈ കാര്യത്തിനകത്ത് കർഷകർക്ക് സമാശ്വാസം. ഇപ്പൊ ഈ ആത്മഹത്യ ചെയ്യാനുള്ള സാഹചര്യങ്ങൾ നിങ്ങൾ പഠിച്ചു നോക്കൂ. 9 ആത്മഹത്യകളും അടുത്തിടെ ഉണ്ടായിട്ടുള്ള ആത്മഹത്യകളെല്ലാം സംഭവിച്ചിരിക്കുന്നതെന്ന് പറയുമ്പോൾ 8ഉം 10ഉം 12 ലക്ഷം രൂപ കാർഷികേതര വായ്പകൾ എടുത്തിട്ടാണ് ഈ ആത്മഹത്യകൾ ഉണ്ടായിട്ടുള്ളത്. ആ കാർഷികേതര വായ്പകൾക്ക് സമാശ്വാസം നൽകുന്ന നടപടി എന്ന് പറയുന്നത് ശാശ്വതമായി ആ വായ്പകൾ എഴുതിത്തള്ളുക എന്നുള്ള നടപടി സ്വീകരിക്കുകയാണ്. അത് ഗവൺമെന്റ് എന്തുകൊണ്ടത് ഇപ്പൊ 5000 കോടി രൂപയുടെ പാക്കേജ് ആത്മാർത്ഥമായിട്ടാണ് ഇവർ പ്രഖ്യാപിച്ചതെങ്കിൽ അതിലൊരു 10,000-3000 കോടി രൂപ മാറ്റിവെച്ചാൽ സുഖമായി ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. അതിനർത്ഥം ഇടുക്കി ജില്ലയിലെ കർഷകരോട് ഈ ഗവൺമെന്റിന് ആത്മാർത്ഥതയില്ല എന്നുള്ളതാണ്. ഞങ്ങളൊക്കെ മന്ത്രിസഭാ യോഗത്തിന്റെ തീരുമാനത്തെ വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്നതാണ്. പക്ഷെ ഇത്രയും ലഘൂകരിച്ചാണ് തീരുമാനം എന്നത് ഞങ്ങളെല്ലാം അത്ഭുതപ്പെടുത്തുകയാണ്. ജില്ലയുടെ സാഹചര്യങ്ങൾ പഠിക്കാൻ മുഖ്യമന്ത്രി തന്നെ ഇടുക്കി ജില്ലയിൽ നേരിട്ട് എത്തണം എന്നുള്ള ആവശ്യം ഞങ്ങൾ വീണ്ടും മുന്നോട്ട് വെക്കുകയാണ്. ഇടുക്കി DCC പ്രസിഡന്റ് ഇബ്രാഹിം കുട്ടി കല്ലാറാണ് ഇപ്പോൾ സംസാരിച്ചത്. സർക്കാരിന്റെ ഈ പ്രഖ്യാപനങ്ങളോട് പ്രതിപക്ഷം യോജിക്കുന്നില്ല. അടിസ്ഥാനപരമായി വായ്പ എഴുതിത്തള്ളൽ തന്നെയാണ് ഏറ്റവും ശരിയായ മാർഗം എന്ന നിലപാട് സ്വീകരിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ നാളെ അടക്കം ഇടുക്കിയിലെ സമരപരിപാടികളുമായി തന്നെ മുന്നോട്ടു പോകും എന്നാണ് ഇപ്പോൾ DCC പ്രസിഡന്റ് ഇബ്രാഹിം കുട്ടി കല്ലാർ സൂചിപ്പിച്ചത്.